അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ED നോട്ടമിട്ടു ജയിലിലാക്കി എന്ന് പറയുമ്പോൾ അവിടെ ആ അഴിമതി ആദ്യമായിട്ട് തുറന്നു കാട്ടിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന് ഈ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പാണെന്ന്. ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പറയുന്നു കേന്ദ്ര ഏജൻസികൾ വരട്ടെ എന്ന്, മറ്റിടങ്ങളിൽ പറയുന്നു വേണ്ട അവർ വേട്ടയാടുകയാണ് എന്ന്. അതെന്താണ്? ആ ഇരട്ടത്താപ്പാണ് ചോദ്യം ചെയ്യുന്നത്. അവർക്ക് തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ പിടികൂടാൻ വാശി. പക്ഷേ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ ഇത്ര കൂട്ടമായിട്ടുള്ള ഈ വേട്ടയാടൽ അൺടൈംലിയാണ്. അങ്ങനെ കേരളത്തിലും അൺടൈംലിയാണോ? കേരളത്തിലെ EDയുടെ നീക്കത്തിൻ്റെ അവർ തെളിവ് കൊണ്ടുവരാണ്. ഇപ്പോഴും EDക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിവുകൾ ഹാജരാക്കി കോടതി പോയതിന് ശേഷമേ അതിൻ്റെ ശരി തരം ഞാൻ പറയുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ ED അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ്. അത് വേണോ വേണ്ടയോ? അവർ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചില്ല. അതിനുശേഷം ഞാൻ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷെ അന്വേഷിക്കേണ്ട ഒന്നുണ്ടോ? അങ്ങനെയുണ്ടോ ശ്രീ കെ ആന്റണി? ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ വൈരം തീർക്കുകയാണെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ തീർക്കുന്ന വൈരം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ED തീർക്കുന്നുണ്ടോ, വേട്ടയാടുന്നുണ്ടോ? എൻ്റെ ഒരു തോന്നുന്നു ഞാൻ പറയാം. കേരളത്തിൽ ഒരിക്കലും കടിക്കാൻ പോകുന്നില്ല, കുരയ്ക്കുകയുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാം. രാഷ്ട്രീയക്കാരെ ഞാൻ എതിർക്കും, പക്ഷേ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തെ ഞാൻ ആക്രമിക്കുന്നതിനല്ല. അതെൻ്റെ ഒരു സംസ്കാരമാണ്, എനിക്കത് ഇഷ്ടമില്ല. രാഷ്ട്രീയത്തിലുള്ള നേതാക്കളെയും അവരുടെ ബന്ധുക്കളെയും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അമ്പ് കൊള്ളാൻ ബാധ്യസ്ഥരാണ്. വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നവരെ അറ്റാക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല, മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലെ ഒരംഗം അഴിമതി നടത്തുകയാണ് അല്ലെങ്കിൽ കാശ് സമ്പാദിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടത് ജനങ്ങളുടെയും കൂടി ആവശ്യമല്ലേ? അവർ തെളിയിക്കട്ടെ, അവർ കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഈ ഘട്ടത്തിൽ എന്നെപ്പോലൊരാൾ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ സ്റ്റാൻഡ് സ്വീകരിക്കുന്നത് എന്നെപ്പോലൊരാൾ ഇപ്പോഴൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് പ്രചാരണം നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ കാര്യം ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പും പിന്നെയുള്ളത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഈ കേസിനെ കുറിച്ചും ഉള്ളതായിരുന്നു. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നു? ഇത് കുരയ്ക്കുള്ളൂ, അതിനപ്പുറത്ത് പോകത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ കുരയ്ക്കുകയുള്ളൂ എങ്കിൽ തെളിവ് വേണമല്ലോ, അവിടെ ഒരു തെളിവ് വേണം. കാരണം തെളിവ് ഇതൊന്നും തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. ഈ നമ്മുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാ ചർച്ചകളും നേരെയല്ല. ചിലപ്പോൾ ട്രാക്ക് 1, ട്രാക്ക് 2 പല തലങ്ങളിൽ ചർച്ച. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. BJPയുടെ നമ്പർ 1 ശത്രു മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം. അതിന് ഓരോ സംസ്ഥാനങ്ങളും ഓരോ സ്ട്രാറ്റജി സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ അവർക്കറിയാം, ഇപ്പോൾ പ്രധാനമന്ത്രി പല പ്രാവശ്യം വന്നു പോയെങ്കിലും BJPക്കാർക്കറിയാം, പ്രധാനമന്ത്രിക്കും അറിയാം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കത്തില്ല. 20 സീറ്റിലും BJP തോക്കും. BJPക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇന്നത്തെ നിലയിൽ കാര്യങ്ങൾ അനുകൂലമായി പോകുന്ന ഘട്ടത്തിൽ UDFന് വേണമെങ്കിൽ 20 സീറ്റ് ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. UDF തോക്കുന്നൊരു സീറ്റ് ഞാൻ കാണുന്നില്ല. 3-4 സീറ്റ് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ആലപ്പുഴ വേണുഗോപാൽ ഒന്നുകൂടി ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. BJP 20 സീറ്റിലും ഉള്ള കണ്ടക്ഷനിൽ UDF തോക്കുമെന്ന് പറയാൻ ഒരു സീറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ 3-4 സീറ്റുകളിൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ആ കണ്ടക്ഷൻ നടക്കുന്ന സീറ്റുകൾ കുറച്ചുകൂടി ഞങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട്. BJPക്കാണെങ്കിൽ ഒറ്റ സീറ്റ് ജയിക്കാൻ പോകുന്നില്ല. മിക്കവാറും എല്ലാ സീറ്റിലും ഒരു 3-ാം സ്ഥാനത്ത് പോകാനാണ് സാധ്യതയുള്ളത്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കടിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ താങ്കൾ അർത്ഥമാക്കുന്നത്? CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ബി ജെ പിക്ക് ആവശ്യം എന്താ? കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് CPM ലക്ഷ്യമുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കരുതെന്ന്. ഈ വാക്കും പ്രവർത്തിക്കുന്ന വ്യത്യാസമുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ സീറ്റ് കേരളത്തിൽ കുറയ്ക്കണം. അതിനെന്താ മാർഗം? ഒന്നുകിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കണം. അത് ശീർഷാസനം ചെയ്താലും നടക്കാൻ പോകുന്നില്ല. പിന്നെ സാധിക്കുന്നത് എന്താ? UDFൻ്റെ സീറ്റ്, അതിൽ കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കണം. അതിന് ഏക മാർഗം മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചോട്ടെ. അത് ഒരു ഔപചാരിക ചർച്ചയല്ലത്, അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ആ തന്ത്രം അറിയാവുന്ന നേതാക്കന്മാർ ബി ജെ പിയിൽ കുറവാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മാത്രം അറിയാവുന്ന ഒരു ടാക്റ്റിക്കൽ അപ്രോച്ചാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അത് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിനും അറിയാവുന്ന തരത്തിൽ ചെയ്യുന്നു. ഇത് ജനങ്ങൾക്കാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ലേ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ശ്രീ A.K. ആന്റണി. 2014-ലും 2019-ലും ഒക്കെ ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2014-ൽ തിരുവനന്തപുരത്ത് രാജഗോപാൽ ജയിക്കേണ്ടതല്ലേ? ഒരു പേഴ്സണൽ അറ്റാക്കിന് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കേൾക്ക്, ഞാനൊരു പേഴ്സണൽ അറ്റാക്കിൻ്റെ ആളല്ല, അതുകൊണ്ടാണ് ആ നിലയിൽ പറയാത്തത്. പക്ഷേ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ EDയുടെ, ഇൻകം ടാക്സിൻ്റെ, CBIയുടെ നിലപാടും കേരള നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് ഒരറിയാം. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ? ഒത്തിരി ഞാൻ പറയത്തില്ല. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രത്യേകമായ ശൈലിയുണ്ട്. അതിനപ്പുറത്ത് എന്ത് പ്രകോപനം വന്നാലും ഞാൻ പോകത്തില്ല. പേഴ്സണൽ അറ്റാക്കിലേക്ക് ഞാൻ പോകത്തില്ല. എൻ്റെ അറ്റാക്കല്ല, രാഷ്ട്രീയമാണ്, നിലപാടിലാണ്. നരേന്ദ്രമോദിയെപ്പോഴും ഞാൻ എതിർക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല, BJPയുടെ ആദർശങ്ങളെയാണ്, RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെയാണ് എതിർക്കുന്നത്, അല്ലാതെ വ്യക്തികളെ ഞാൻ എതിർക്കാറില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ രാഷ്ട്രീയക്കാരല്ലാത്ത ആൾക്കാരെ, കുടുംബാംഗങ്ങളെ എതിർക്കുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിൽ ഞാൻ പോട്ടെ.